മരണക്കയർ എന്ന് വിശേഷിപ്പിക്കും പോലെ യാത്രക്കാർക്ക് ഭീഷണിയായി എറണാകുളം തൃപ്പൂണിത്തുറ നഗരത്തിലെ വഴിയരികിൽ തൂങ്ങിയാടുന്ന കേബിളുകൾ. തുടർച്ചയായി അപകടങ്ങൾ സംഭവിച്ചിട്ടും പരാതികൾ നൽകിയിട്ടും കേബിളുകൾ നീക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. അതേസമയം കേബിൾ വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണുമെന്ന് തൃപ്പൂണിത്തുറ നഗരസഭാ അധ്യക്ഷൻ 24-നോട് പറഞ്ഞു. ഇരുചക്രവാഹനവുമായി തൃപ്പൂണിത്തുറ നഗരത്തിലേക്കാണ് യാത്രയെങ്കിൽ സൂക്ഷിക്കണം. റോഡിലെ വാഹനങ്ങളെയും കുഴിയെയും മാത്രം ഭയപ്പെട്ടാൽ പോരാ, റോഡിന് വശങ്ങളിൽ അപകടക്കെണിയൊരുക്കി തൂങ്ങിയാടുന്ന ഈ കേബിളുകളെയും ശ്രദ്ധിക്കണം. നമ്മുടെ ഇവിടെ സേഫ്റ്റിക്ക് ഒരു പ്രാമുഖ്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേബിളൊക്കെ ഒരിക്കലും ഇങ്ങനെ അലസമായിട്ടുള്ള രീതിയിൽ ഇടാൻ പാടില്ല. ഇതിനു മുമ്പ് വൈറ്റ് ലൈനിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതാണ്. കേബിളിൽ കഴുത്ത് ഉരിഞ്ഞ് ഒരു പയ്യൻ മരിക്കുകയും ഒക്കെ ഉണ്ടായതാണ്. പക്ഷേ ഇതിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാൽനട യാത്രക്കാർക്ക് പോലും വലിയ ദുരിതമാണ് കേബിളുകൾ മൂലമുണ്ടാകുന്നത്. ഇത് ചെയ്യാത്തത് വളരെ അനാവശ്യമാണ്. ആരാ ചെയ്യേണ്ട, ആരാണ് റെസ്പോൺസിബിൾ എന്നുള്ളത് നമുക്കറിയത്തില്ല. നടന്നു പോകാൻ പറ്റില്ല, ഒരു കുട പിടിച്ചുകൊണ്ട് ഒരാൾക്ക് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ റോഡിലേക്ക് ഇറങ്ങിയും അവർക്ക് ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫുട്പാത്തിൽ കൂടെ നടക്കാൻ പറ്റില്ല, കാരണം ഈ കേബിൾ ആ ഒരു ഏരിയയിൽ മാത്രം. നിരത്തിൽ നിന്ന് 4 മീറ്റർ ഉയരത്തിൽ കേബിളുകൾ സ്ഥാപിക്കണമെന്നാണ് ചട്ടം. 4 മീറ്ററിൽ താഴെയുള്ള കേബിളുകൾ നീക്കം ചെയ്യാൻ കോടതി നിർദ്ദേശമുണ്ട്. പക്ഷേ ഇതുവരെ നടപ്പായിട്ടില്ല. വൈദ്യുതി ടേബിളിൽ പണ്ട് കേബിൾ വലിക്കാനൊക്കെ സമ്മതിച്ചാൽ അന്നത്തെ ഒരു പൈസ ഒക്കെ വാങ്ങിച്ച് ചെയ്ത സംഭവങ്ങളായിരുന്നു. ഇവിടെ അത് വീണ്ടും ഉപയോഗിച്ചവർ അതിനെ നോക്കാതെ കരങ്ങൾ വിട്ട് കളഞ്ഞ ശേഷം കണ്ടവന അപകടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തന്നെ ഞാൻ തന്നെ ഒരിക്കൽ കേബിളിൽ കുരുങ്ങി ഒരിക്കൽ ബൈക്കിൽ പോയിട്ട് താഴെ ഞാൻ വീണിട്ടുണ്ട് കേട്ടോ. അതായത് അന്ന് ഉപയോഗിച്ചവരെ നമ്മുടെ ഇത് അതോറിറ്റിയിൽ ഇത് ആരെങ്കിലും നിയമം കൊടുത്തിട്ടാണല്ലോ, അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടാണല്ലോ ഇത് ചെയ്തേക്കണേ അല്ലേ. അതിനുശേഷം അവർ ഫോളോ അപ്പ് ചെയ്തില്ല. അതായത് നിങ്ങളുടെ കേബിൾ നിങ്ങൾ ഉപയോഗിച്ചു, ആ കാലം കഴിയുമ്പോൾ തിരിച്ച് മാറ്റണ്ടേ, അതിനുവേണ്ടി ചെയ്തിട്ടില്ല. കേബിൾ പ്രശ്നത്തിന് അടിയന്തര പരിഹാരമുണ്ടാകുമെന്ന തൃപ്പൂണിത്തുറ നഗരസഭാ അധ്യക്ഷൻ ബാബു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉടമസ്ഥരെ കണ്ടെത്തി കേബിളുകൾ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. പല കേബിളുകളുടെ ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് അതിന് ഉടമസ്ഥനില്ല എന്നുള്ളതാണ് മറ്റൊരു തിരിച്ചറിവ്. എന്തായാലും അടിയന്തരമായിട്ട് ഈ കേബിൾ മാറ്റുന്ന കാര്യത്തിൽ, കാരണം 1-2 അപകടങ്ങൾ തൃപ്പൂണിത്തുറയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകർ ഇങ്ങനെ കേബിൾ കഴുത്തിൽ കുരുങ്ങുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിനെല്ലാം പരിഹാരം കാണും. അത് വളരെ സമീപ ഭാവിയിൽ തന്നെ ഇങ്ങനെ അപകടകരമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന എല്ലാ കേബിളുകളും എടുത്തു മാറ്റുന്നതായിരിക്കും. ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ചെറുതല്ലാത്ത ദുരിതമാണ് ഇത്തരം കേബിളുകൾ സൃഷ്ടിക്കുന്നത്. കോടതി ഇടപെട്ട് കർശന നിർദ്ദേശം നൽകിയിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ക്യാമറ പേഴ്സൺ ഹരികൃഷ്ണനൊപ്പം റാഫി കരീം, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.